തുടരും സിനിമയിലെ ജോർജ് സാറിൻ്റെ കഥ പോലെയാണ് ഐക്യു ഇപ്പോൾ ഓരോരോ കിട്ടില്ല സാധനം ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതാണ്ട നിങ്ങളെല്ലാവരും ചോദിച്ച ഐക്യു നിയോ 10 ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് മുമ്പേ നമ്മളിട്ടൊരു വീഡിയോയ്ക്ക് ആണെങ്കിൽ ഒരാൾ വന്നിട്ട് ഐക്യു നിയോ 10 എന്നൊക്കെ പറഞ്ഞൊരു 10-25 കമൻറ്റ് മറ്റേ ഫിക്സ് വന്നോലെ ഇങ്ങനെയൊക്കെ എൻ്റെ ആകുമ്പോൾ ഞാൻ സാധനം ഇനിയെങ്കിലും ഇതിൻ്റെ വീഡിയോ കൊണ്ടുവന്നില്ലെങ്കിൽ ഇവനൊക്കെ എന്നെ ചീത്ത വിളിക്കുക എന്നുള്ള അവസ്ഥയായതുകൊണ്ട് ഒരു കിടിലം അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയണം, ഗെയിമിംഗ് പെർഫോമൻസ് വേണോ, ക്യാമറ പെർഫോമൻസ് ഉണ്ടോ, ചാർജിങ് ടെസ്റ്റ് വേണോ, ഓവറോൾ വേണോ, കാരണം 7000 mAh പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏത് വേണം എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ എല്ലാം A to Z ഐക്യു നിയോ 10ൻ്റെ A to Z കാര്യം നമ്മൾ ഇന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള സീരീസിൽ നോക്കി തീർത്തിട്ട് നമ്മൾ ഇനി അടുത്ത ഡിവൈസ് എടുക്കാൻ പോകണുള്ളൂ ഗൈസ്. അപ്പോൾ എന്ത് കാര്യവും നിങ്ങൾക്ക് ചോദിക്കാം, ഇതെൻ്റെ ഫുൾ ടൈം ജോബാണ് ഗൈസ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം, ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യും, അതിനെപ്പറ്റി നോക്കും, നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് കൊണ്ടുവരികയും ചെയ്യും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങൾക്കൊരു കമൻറ്റ് എനിക്കൊരു കണ്ടൻറ്റ്. അപ്പം ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യും പോലെ ഒരു 4.1 അതായത് UFS 4.1 ആയിട്ടുള്ളൊരു സാധനമല്ല, ഒരു 2000 രൂപ അതിൽ നിന്നും കുറഞ്ഞിട്ട്. 2000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ഡീൽ അല്ല ഫോർ മീ, പക്ഷേ കുറേ അധികം ആൾക്കാർക്ക് ആ ഒരു 2000 രൂപ വലിയ പൈസ തന്നെയായിരിക്കും. അപ്പം UFS 3.1 വേണമോ 4.1 വേണമോ എന്ന് ചോദിക്കുന്നവരടുത്ത് 4.1 തന്നെ എടുക്കുക. പക്ഷേ അത്രയും പൈസ ഇല്ല, 2000 രൂപ നിങ്ങളിൽ ഇല്ല, 3.1 എടുത്താൽ ലാഗ് വരുമോ, ഗെയിം കളിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ, ഓവറോൾ പെർഫോമൻസിന് എന്തെങ്കിലും പ്രശ്നം വരുമോ, നമുക്ക് ലോങ് ടൈം യൂസിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ ചോദിക്കുന്ന പല കമൻറ്റുകളും നമ്മുടെ വീഡിയോയ്ക്ക് വരാറുണ്ട്. സോ ഞാനിന്ന് 128GB വേരിയൻറ്റ് വിത്ത് 8GB റാം വരുന്ന ഈ ഒരു ഐക്യു നിയോ 10ൻ്റെ ഇതിൻ്റെ കളറിനൊരു പേര് പറയൂടെ, ആ പേര് ഇപ്പം പറഞ്ഞുതരാമേ. ഇൻഫേണോ റെഡ് എന്ന് പറയുന്ന ഈ ഒരു കളറിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് പോകാം. അതിനു മുമ്പേ തന്നെ ഇത് ഞാൻ ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഐക്യുവിന് ഓഫ്ലൈൻ സ്റ്റോർ അങ്ങനെയില്ല, പുറത്ത് തേർഡ് പാർട്ടി ഷോപ്സിൽ നിന്നൊക്കെ നമുക്കിത് മേടിക്കാൻ പറ്റും. ട്രിവാൻഡ്രത്തൊരു 4-5 ഷോപ്പ് ഇപ്പം ഈ സാധനം അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഓഫ്ലൈനിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിൻ്റെ താഴെ നമ്പർ തന്നേക്കാം. ഇറ്റ്സ് നോട്ട് എ പ്രൊമോഷൻ, പരിചയമുള്ളത് കൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓൺലൈൻ എടുക്കാൻ പലർക്കും പേടിയായിരിക്കും. സോ നിങ്ങൾക്ക് ഷോപ്പ് വാറണ്ടിയിൽ ഷോപ്പുകാർ തന്നെ എന്ത് വാറണ്ടി ഇഷ്യൂ വന്നാലും നോക്കിക്കോളും. അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. സോ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് EMI ഓപ്ഷനും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഷോപ്പൊന്നും ഇപ്പം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്പർ തരാം, നിങ്ങൾ വിളിച്ചിട്ട് പോയിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ജസ്റ്റ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരം നിങ്ങൾക്ക് ചെയ്യുന്നേ ഉള്ളൂ. സോ നമുക്കിത് നേരെ അൺബോക്സ് ചെയ്യാനുള്ള മറ്റേ കത്തിയും കുടച്ചക്കറൊക്കെ പോയടാ, ഇതൊക്കെ തുരുമ്പിച്ചൊരു സാധനമാണ്. നമുക്ക് എന്തായാലും ഇതിനെ ബേക്കിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കളയാം. പഴം വറുത്താൽ പഴത്തിന് കളയാവും, അമ്മാതിരി കത്തി. ഗൈസ് നമ്മളിതാ ഐക്യു നിയോ 10, നിങ്ങളെല്ലാവരും ചോദിച്ച ഐക്യു നിയോ 10 ഈ സാധനം കൊണ്ട് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ആ കാണുന്ന റെഡ് എന്ന പേരാണെങ്കിലും നമുക്ക് പ്രത്യക്ഷത്തിൽ അതൊരു ഓറഞ്ച് പോലെ നമുക്ക് വീഡിയോയിലും ഫോട്ടോയിലും തോന്നും. പക്ഷേ കണ്ടിട്ട് ഒരു കോപ്പർ കളറായിട്ടാണ് ഗൈസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കോപ്പർ കളറായിട്ടാണ് ഈ ഒരു സാധനം ഫീൽ ചെയ്യുന്നത്. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു അൺബോക്സ് ദിസ് ഡിവൈസ് ഗൈസ്. എന്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചാർജറുണ്ട് ഗൈസ്. നമുക്ക് 0 to 50% ഒരു 15 മിനിറ്റ് ഒക്കെയാണ് പറയണത്. അതിൻ്റെയൊക്കെ പെർഫോമൻസ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇടും. അതിനുശേഷം നമുക്ക് ഈ ഒരു സാധനമാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് IMEI നമ്പർ ഉണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതൊക്കെ ഫോണൊക്കെ കളഞ്ഞു പോകുന്ന സമയത്ത് ഒരിടത്ത് പോയി കേസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗം വരും, നിങ്ങളുടെ പേഴ്സിൽ വെച്ചിരുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് യൂസർ മാനുവൽ നമുക്കിത് അവിടെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അവിടെ വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഐക്യുവിൻ്റെ ആ ഒരു സ്ഥിരം വരുന്ന ക്ലിയർ കേസ് വന്നിട്ടുണ്ട് ഗൈസ്. അകത്ത് ആ ഒരു ചെറിയ മറ്റേ ആ ഒരു പരുക്കനായിട്ടുള്ള സൗണ്ട് കേൾക്കാമോ, ആ ഒരു പരുക്കനായിട്ടുള്ള ക്ലിയർ കേസ് വന്നിട്ടുണ്ട്, അതവിടെ വയ്ക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് USB C to C കേബിളാണ് ഗൈസ്. ഐക്യു നമുക്ക് തന്നിരിക്കുന്ന USB C to C കേബിൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്, അതങ്ങോട്ട് വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു സിം ഇജക്ഷൻ പിന്നും നമുക്ക് ഐക്യു തന്നിട്ടുണ്ട്. ഇത് മറ്റേ സൂര്യ TV പണ്ട് വരുമ്പോൾ ഒരു കോമഡി മറ്റേ പരിപാടി ഉണ്ടല്ലോ, മറ്റേ ഇന്ന പ്രോഡക്റ്റിൻ്റെ ഇന്ന സമ്മാനം, ഇന്ന പ്രോഡക്റ്റിൻ്റെ ഇന്ന സമ്മാനം. അതുപോലെ ഐക്യുവിൻ്റെ ആ ഒരു 120 വാട്ട് ആ ഒരു വിവോ എന്ന ബ്രാൻഡിങ് ഉണ്ട്, അതെ, ആ വിവോയുടെ തന്നെ ആ ഒരു ഫ്ലാഷ് ചാർജർ 120 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജറാണ് ഗൈസ് നമുക്ക് ഐക്യു തന്നിരിക്കുന്നത്. ഇവിടെയാണ് 120. അപ്പോൾ 7000 mAh ബാറ്ററി ചാർജ് ആവാൻ എത്ര സമയം എടുക്കുമെന്നുള്ള കാര്യം നമുക്ക് ഉടനെ വീഡിയോ ചെയ്യാം. അതിനുശേഷം നമുക്ക് പെട്ടിക്കകത്ത് യാതൊരു സാധനം തന്നെ ഇല്ല, നമുക്കിതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ഐക്യു വീഡിയോയിലൊക്കെ കാണും പോലെ അല്ലട ഈ കളർ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് നമ്മുടെ ഫോണിനെ ഇങ്ങനെ പീൽ ഓഫ് ചെയ്തെടുക്കാമേ. എന്ത് ഫീൽ
നമ്മൾ അത് തുറന്നെടുത്ത് കഴിഞ്ഞു ഗൈസ്. ഇതാണ് നമ്മുടെ IQ Neo 10. ആ ഒരു ക്യാമറ റിങ്ങിൻ്റെ അവിടത്തേക്ക് ആ ഒരു ക്വാളിറ്റി നോക്കിയാണ്. പക്ഷെ എൻ്റെ മോനെ ആ ഒരു പ്രീമിയം ടച്ച് കേട്ടോ ആ ഒരു സാധനത്തിൽ. നമുക്ക് വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. 7000 mAh ബാറ്ററി ആണെങ്കിൽ പോലും നമുക്ക് വലിയ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിതാ വോളിയം അപ്പ് ആൻഡ് ഡൗൺ വിത്ത് ഇവിടെ തന്നെയാണ് ലോക്ക് സ്വിച്ച് വരുന്നത്. താഴെ സ്പീക്കർ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. USB-C ടൈപ്പ് കൊടുക്കാം ഒയ്ക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിം ഇജക്ടർ കുത്താനുള്ള സ്ഥലമുണ്ട്. അവിടെ കൂടെ തന്നെ സിം ഇടാനും പറ്റും. ഇപ്പുറത്തെ സൈഡിലൊന്നുമില്ല, പ്ലെയിനാണ്. മുകളിൽ IR ബ്ലാസ്റ്റർ വിത്ത് ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ സെക്കൻഡറി മൈക്കാണ്. ഫ്രണ്ടിൽ ആ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. ആരും അത് വലിച്ച് കീറാനൊന്നും ശ്രമിക്കല്ലേ. അതുപോലെ തന്നെ ഇതൊക്കെ എടുക്കുന്നത് ഈ ഒരു 30-32,000 ബഡ്ജറ്റിലൊക്കെ സാധനം എടുക്കുന്ന ഒരു റെഫ്യൂസിനായിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്. ഇതൊരു IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് സപ്പോർട്ടൊക്കെ ഉള്ള സാധനം തന്നെയാണ്. പക്ഷേ നിങ്ങൾ വെള്ളത്തിലൊക്കെ കൊണ്ട് മുക്കിയിട്ടൊക്കെ എന്തെങ്കിലും പറ്റിയിട്ട് സർവീസ് സെൻ്ററിൽ പോയി അവർ ഉറപ്പായിട്ടും ഇതൊന്നും ചെയ്തു തരത്തില്ല. അങ്ങനത്തെ പരിപാടി ഒന്നും നടക്കത്തില്ല. സോ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. നമ്മൾ മുമ്പത്തെ IQ ഡിവൈസിൽ പറയും പോലെ 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഗെയിമിങ്ങിൽ ഇപ്പം BGMI 120 ഒക്കെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ മുമ്പത്തെ IQ ഒക്കെ കളിച്ച് ജസ്റ്റ് ഒന്ന് ഹീറ്റായി വരുന്ന സമയത്ത്, പെട്ടെന്ന് ഹീറ്റാവില്ല, ജസ്റ്റ് ഒന്ന് ഹീറ്റായി വരുന്ന സമയത്ത് ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. അത് വലിയ വിഷയം ആയിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ S25+ യൂസ് ചെയ്ത് അതിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഞാനത് പറയും. പക്ഷേ ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഇവങ്ങ് താഴെയാണ് നിൽക്കുന്ന ബഡ്ജറ്റിൽ, മറ്റേ അങ്ങ് മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും എടുത്ത് പറയാനില്ല. S25 സീരീസൊക്കെ വില കുറഞ്ഞിങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് ഇനി അടുത്ത വീഡിയോയിലോട്ടൊക്കെ പറഞ്ഞ് തുടങ്ങാം. പക്ഷേ വിലയൊന്നും കുറയാൻ പോകണില്ല. അതുകൊണ്ട് ഇവൻ്റെയൊക്കെ തട്ട് അങ്ങ് മുകളിൽ തന്നെ നിൽക്കും. പിന്നെ ഏറ്റവും മെയിൻ കാര്യം 8S Gen 4ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഡിവൈസിൽ ആ സാധനം വെച്ച് കിട്ടിയതിൽ എന്തായാലും സന്തോഷമുണ്ട്. അതൊക്കെ നമുക്കിനി ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്കത് പറയാം. കാരണം Neo 10R പോലെ ഇത് വലിയ ഹീറ്റിംഗ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം ഇതിനകത്ത് ബാക്കി Q സീരീസ് ചിപ്പൊക്കെ ഉള്ളതുകൊണ്ട് വലിയ വിഷയമൊന്നും വരത്തില്ല. സോ അതെല്ലാം നമുക്ക് ഗെയിമിംഗ് പെർഫോമൻസ് വീഡിയോയിൽ എന്തായാലും ഷെയർ ചെയ്യാം. പിന്നെ പറഞ്ഞല്ലോ UFS 4.1 അല്ല, ഇത് 128GB 3.1 ആണ് വരുന്നത്. അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് അത് യൂസർ എക്സ്പീരിയൻസിൽ എന്തായാലും ഷെയർ ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, എനിക്ക് മെയിനായിട്ടുള്ള കാര്യമാണ് ക്യാമറ ഇതിൽ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയുണ്ട്. അതുപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും ഉണ്ട്. 50 മെഗാപിക്സലിന് നമുക്ക് സൂം ഇൻ ആയിട്ട് പോയിട്ട് പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒട്ടന്നെ സൂപ്പറായിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് 32 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. കാരണം IQൻ്റെ മുമ്പത്തെ ഡിവൈസുകളെ വെച്ച് നോക്കണമെങ്കിൽ അവർ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ട് ഫ്രണ്ട് ക്യാമറയും കൂടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 4K 60 FPS നമുക്കിതിൽ ഫ്രണ്ട് ക്യാമറയിലും റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നതാണ് ഒരു പുതുമ എന്നുള്ള കാര്യം. പിന്നെ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.4, അതൊക്കെ നിങ്ങൾക്ക് എവിടെ അടിച്ചു നോക്കിയാലും കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ നോക്കേണ്ടത് ഇനി ഫിംഗർ പ്രിൻറ്റ് ഫാസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. ഫിംഗർ പ്രിൻറ്റ് എത്രത്തോളം ഫാസ്റ്റ് ആണെന്ന് നോക്കണം. ചാർജിങ് ഒക്കെ എത്രത്തോളം ഫാസ്റ്റായിട്ട് കയറുന്നുണ്ട് നോക്കണം. അതുപോലെ തന്നെ ഡ്രെയിന് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അങ്ങനത്തെ അല്ലറ ചില്ലറ കുറേ കാര്യങ്ങൾ നോക്കാറുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഓൺ ആക്കാം. ജസ്റ്റ് ഇതാ ഇങ്ങനെ വയ്ക്കുന്നു, നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്നു. ഒരു 1 2 3 4 5 സെക്കൻഡ് ആയപ്പോൾ തന്നെ നമുക്കിത് അവിടെ IQ 5G പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് ഓൺ ആവണ എത്ര സമയം കൊണ്ടെന്ന് നോക്കാം. 5 സെക്കൻഡ് കൊണ്ടാണ് നമുക്ക് ഓണായി കിട്ടിയത്. അതിനുശേഷം എങ്ങനെ പോയാലും ഒരു 15 സെക്കൻഡൊക്കെ എടുക്കുമായിരിക്കും. ഇവിടെ ഒരു 10 സെക്കൻഡൊക്കെ ആയപ്പോൾ തന്നെ ആശാൻ ഓണായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഡിസ്പ്ലേക്ക് അത്യാവശ്യം കിട്ടില്ല ക്വാളിറ്റിയാണ് കേട്ടോ. എല്ലാം അഗ്രി കൊടുക്കുക. ഹീറ്റിങ്ങിന് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫസ്റ്റ് തന്നെ ഫിംഗർ പ്രിൻറ്റ് നമുക്കൊന്ന് ആഡ് ചെയ്യാം. ആഡ് ഫിംഗർ പ്രിൻറ്റ്. നമുക്കിത് അവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 പ്രാവശ്യം ആഡ് ചെയ്തപ്പോൾ അത് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. രണ്ടാ ചോയ്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് പരിപാടിയൊക്കെ കിട്ടുന്നുണ്ട്. ദാ നമ്മുടെ IQ Neo 10 ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് ഫാസ്റ്റ് IQ Neo 9 Pro ആണോ, IQ Neo 10 ആണോ, IQ Neo 10R ആണോ, ഏതാണ് ഫാസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. മോനെ IQ Neo 10Rനെക്കാളും ഫാസ്റ്റ്, IQ Neo 10Rനെക്കാളും ഫാസ്റ്റ്. IQ Neo 9 Pro അതുപോലെ തന്നെ IQ Neo 10 രണ്ടും പക്ക സാധനം കേട്ടാ. പറന്ന് നിൽക്കണം ഫിംഗർ പ്രിൻറ്റ്. നോക്കണേ, കണ്ടാ കാണാമോ? കണ്ടാ ലോക്ക് ചെയ്തു. എൻ്റെ മോനെ എന്താടാ ഫാസ്റ്റ്. ശേടാ മോനെ. 3 2 1
യോ മോനെ, പൊളി 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 സാധനം കേട്ടോ. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐക്യുവിൻ്റെ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് ടെസ്റ്റ് അപ്പം നമ്മളിതാ ഡണ്ണാക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ പരിപാടികൾ എല്ലാം ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ. സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന കമൻറ്റ്സ്, നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോസ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് കാണട്ടെ. കണ്ടതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ കൊണ്ടുവരാം. സോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് ഓരോരോ ദിവസമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇടവിട്ട് ആ ഒരു വീഡിയോകളും കൊണ്ടുവരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.